പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സാബുവിനെ കയ്യിൽ കിട്ടിയ വിക്രം അച്ഛനോടും ചേട്ടന്മാരോടും ചെയ്ത ക്രൂരതകൾക്കെല്ലാം ചേർത്ത് പകരം വീട്ടി. സാബുവിനെ ക്രൂരമായി തന്നെ വിക്രം ഉപദ്രവിച്ചു. അവസാനം മതി, തന്നെ ഇനി ഉപദ്രവിക്കരുത് എന്ന് സാബു വിക്രമിനോട് പറഞ്ഞു. ഇത് കേട്ട വിക്രം പറഞ്ഞു, പോരാ, എനിക്ക് മതിയായിട്ടില്ല. എന്നോടുള്ള കളി എന്റെ കുടുംബത്തോട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നീ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും കയറി തൊട്ടു. അതും നോക്കിക്കൊണ്ട് വെറുതെ ഞാൻ മറിഞ്ഞിരിക്കും എന്ന് നീ കരുതിയോടാ? ഇനി നിന്റെ കൈ പൊങ്ങിയാൽ നീ മാത്രമല്ല, നിന്റെ വീട്ടിലുള്ള അനിയനും അളിയനും കൂടി ഇല്ലാതെയാകും. നിന്റെ ഭാര്യ അടക്കമുള്ള 3 പെണ്ണുങ്ങൾ വിധവയാകും. ആണുങ്ങൾ തമ്മിലടിക്കുമ്പോൾ അനുഭവിക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങൾ കൂടിയാണടാ നായേ. ഇനി സർവീസിലിരിക്കാൻ നീ യോഗ്യനല്ല. ഒടിഞ്ഞ കഴുത്തുമായിട്ട് ഒരു ഇൻസ്പെക്ടർ സർവീസിൽ അൺഫിറ്റാ എന്ന് പറഞ്ഞ് വിക്രം സാബുവിന്റെ കഴുത്ത് വലിച്ചൊടിക്കുകയും കയ്യിലിരുന്ന വടി കൊണ്ട് കാലുകൾ തല്ലി ഒടിക്കുകയും ചെയ്തു. അങ്ങനെ കലി അടങ്ങുന്നതുവരെ വിക്രം സാബുവിനെ തല്ലി. ഇതേ സമയം വിക്രമിനെ കാണാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഇഷിത. അപ്പോഴേക്കും വേദയുടെ കോൾ വന്നു. എന്തു പറയും എന്നറിയാതെ ഇഷിത ഫോൺ എടുത്തു. വേദ ചോദിച്ചു, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഏട്ടനും ഏട്ടത്തെയും കൂടി സിനിമയ്ക്ക് പോയി. 11 മണിയുടെ ഷോയാണ്. 2 മണിയെങ്കിലും ആകും തിരിച്ചെത്താൻ. അതിനുള്ളിൽ വിക്രമിനെ ഇവിടെ എത്തിക്കണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അതിന് വിക്രം ഇവിടെയില്ല. വേദയുടെ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ നിന്ന് കാറിന്റെ ചാവിയും വാങ്ങി പോയതാ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞാ പോയത്. എന്തു പണിയാ ഇഷിതേ നീ കാണിച്ചത്? എന്തിനാ പറഞ്ഞു വിട്ടത്? വേദ ചോദിച്ചു. എന്നോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടിട്ടാ. പറ്റില്ലെന്ന് പറഞ്ഞാലും നിൽക്കുന്ന ഒരു സ്വഭാവമല്ല എന്നെനിക്ക് തോന്നി, ഇഷിത പറഞ്ഞു. ആ സമയത്ത് നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? വേദ ചോദിച്ചു. പോയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ലെന്ന് കണിശമായിട്ട് പറഞ്ഞു. നാളെ ഒരുപക്ഷെ എനിക്ക് വരെ കുഴപ്പമുണ്ടാകുമെന്നും അത് ഒഴിവാക്കാൻ പോയേ മതിയാകൂ എന്നും പറഞ്ഞതുകൊണ്ടാ, ഇഷിത പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വിക്രം കാറുമായി എത്തി. വിക്രമിന്റെ കയ്യിലെ മുറിവ് കണ്ട് ഇഷിത അതെന്തു പറ്റിയതാണെന്ന് ചോദിച്ചു. ഉടനെ തന്നെ അത് ഡ്രസ്സ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇഷിത വിക്രമിനെയും കൊണ്ട് വേദയുടെ വീട്ടിലെത്തി. അവരെത്തിയെന്ന് മെസ്സേജ് കിട്ടിയ വേദ ഉടനെ താഴേക്ക് വന്നു. വിക്രമിനെ വേദയെ ഏൽപ്പിച്ച് ഇഷിത പോയി. ആരും കാണാതെ വിക്രമിനെയും കൊണ്ട് വേദ മുറിയിലെത്തി. അപ്പോഴേക്കും വിക്രം ആകെ തളർന്നിരുന്നു. വിക്രമിന്റെ കാലിലെ മുറിവിൽ നിന്ന് ചോര അവിടെയെല്ലാം വീണിട്ടുണ്ടായിരുന്നു. വേദ ഉടനെ താഴേക്ക് പോയി തറയിലെയും സ്റ്റെയറിലെയും വരാന്തയിലെയും എല്ലാം ചോര തുടച്ചുമാറ്റി. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും വേദയ്ക്ക് ഇഷിതയുടെ കോള് വന്നു. ഇഷിത പറഞ്ഞു, വിക്രത്തിന്റെ കാലിലെ മുറിവഴിച്ച് സ്റ്റിച്ചിന് കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. ഞാൻ തന്ന കവറിൽ ഡ്രസ്സ് ചെയ്യാനുള്ള മരുന്നും സിസേഴ്സും പഞ്ഞിയും എല്ലാം വെച്ചിട്ടുണ്ട്. ഒന്ന് മരുന്ന് പുരട്ടി ഡ്രസ്സ് ചെയ്തേക്ക്. നാളെ കഴിഞ്ഞാൽ ഞാൻ നിന്നെ കാണാൻ എന്ന മട്ടിൽ അങ്ങ് വരാം. അങ്ങനെ വേദ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ ഒരുങ്ങി. ഞാൻ ഇന്ന് പുറത്തുപോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഇട്ട് നാറിയിരിക്കണ്ടല്ലോ, വേദ പറഞ്ഞു. ആരെങ്കിലും കണ്ടോ? വിക്രം ചോദിച്ചു. ആരും കണ്ടില്ലല്ലോ. പണ്ടേ എൻ്റെ മുറിയിലേക്ക് ആരും വരാറില്ല, ഇപ്പോൾ പ്രത്യേകിച്ചും, വേദ പറഞ്ഞു. കെട്ടഴിച്ചപ്പോൾ സ്റ്റിച്ച് ഇളകിയിട്ടുണ്ടെന്ന് വേദ പറഞ്ഞു. വിക്രം വേദന കൊണ്ട് പുളഞ്ഞു. അതിനിടയിൽ വേദ ചോദിച്ചു, ഈ കൈ എങ്ങനെയാ മുറിഞ്ഞത്? കുത്തുകൊള്ളാതിരിക്കാൻ കയറി പിടിച്ചതാ, പേടിക്കണ്ട. ഇനി അവനെക്കൊണ്ട് അച്ഛനും ചേട്ടന്മാർക്കും ശല്യമുണ്ടാകില്ല, വിക്രം പറഞ്ഞു. വിക്രം ആ ഇൻസ്പെക്ടറുമായിട്ട് വഴക്കുണ്ടാക്കിയോ? വേദ ചോദിച്ചു. പിടികൊടുക്കാതെ സുരക്ഷിതമായിട്ട് മറിഞ്ഞിരിക്കണമെങ്കിൽ അവന്റെ ശല്യം അവസാനിപ്പിക്കണം എന്ന് തോന്നി. അല്ലെങ്കിൽ അവൻ നാളെ അമ്മയുടെയും ഏട്ടത്തിമാരുടെയും നേർക്കായിരിക്കും ചെല്ലുക, വിക്രം പറഞ്ഞു. എന്നിട്ട് എന്തു ചെയ്തു? വേദ ചോദിച്ചു. പേടിക്കണ്ട, മരിച്ചിട്ടില്ല, വിക്രം പറഞ്ഞു. ഒരു വിധത്തിൽ ഈ കുരുക്കിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കുമ്പോൾ വിക്രം വീണ്ടും വീണ്ടും കുഴപ്പമുണ്ടാക്കാൻ നോക്കുവാണോ? വേദ ചോദിച്ചു. എനിക്ക് മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, കുടുംബത്തിലുള്ളവരുടെ നേരെ അവൻ ചെന്നാൽ നോക്കി നിൽക്കാൻ പറ്റുമോ? വിക്രം ചോദിച്ചു. വേദ ഒന്നും മിണ്ടിയില്ല. അച്ഛനെ തല്ലിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. താൻ എന്നോട് ക്ഷമിക്ക്. വേദ, താൻ ഇപ്പോഴും പിണക്കത്തിലാണോ? വിക്രം ചോദിച്ചു. ഞാൻ എന്തിനു പിണങ്ങണം? നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട്. അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് അച്ഛന് പോലും നിങ്ങളെ തടയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടെന്തിനാ? വേദ ചോദിച്ചു. ചിലത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവിതം മുഴുവൻ സ്വസ്ഥത ഉണ്ടാകില്ല. പേപ്പട്ടി പിന്തുടരുന്നത് പോലെ അത് പിന്നാലെ വന്നുകൊണ്ടിരിക്കും, വിക്രം പറഞ്ഞു. ഒന്നിനെ അവസാനിപ്പിച്ചതുകൊണ്ട് അതില്ലാതാകുമെന്ന് തോന്നുന്നുണ്ടോ? വേദ ചോദിച്ചു. എല്ലാം എല്ലാ കാലത്തേക്കുമായി അവസാനിപ്പിക്കണമെന്ന് കരുതാതെ അല്ലല്ലോ, വിക്രം പറഞ്ഞു. കരുതിയാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനും പറ്റണം. വിക്രത്തിന് അതാവില്ല, വേദ പറഞ്ഞു. താൻ ഇങ്ങനെ സംസാരിക്കല്ലേ, എനിക്കെന്തോ വല്ലാത്ത പോലെ തോന്നുന്നു, വിക്രം പറഞ്ഞു. വിക്രം തന്നിഷ്ടപ്രകാരം ഓരോന്ന് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതോർക്കാത്തതെന്താ? വേദ ചോദിച്ചു. സോറി, വിക്രം പറഞ്ഞു. സാരമില്ല, ഇനി അതോർത്ത് വിഷമിക്കേണ്ട, വേദ പറഞ്ഞു. നാളത്തെ എപ്പിസോഡിൽ 2 കാലും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കഴുത്തനക്കാൻ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന ഇൻസ്പെക്ടർ സാബുവിനെയാണ് കാണിക്കുന്നത്.
ഇവിടുത്തെ താമസം തനിക്ക് റിസ്ക് ആകും എന്ന് വിക്രം വേദയോട് പറയുന്നുണ്ട്. അധികകാലം ഇങ്ങനെ കഴിയില്ല. വിക്രം പുറത്തു വരികയും അന്തസ്സായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിനു മുൻപ് സാബുവിനെയും അതുപോലുള്ള മറ്റു ചിലരെയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ലെന്ന് മാത്രം വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അപ്പോ അവൻ എവിടെയുണ്ടെന്നും എന്തൊക്കെ ചെയ്യുമെന്നും നിനക്ക് നന്നായിട്ടറിയാം അല്ലേ? ശ്രീകാന്ത് വേദയോട് ചോദിക്കുന്നുണ്ട്. തിരിച്ചടികൾ എങ്ങനെയൊക്കെ വേണമെന്ന് ഇനി ഒരുമിച്ചാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോകുന്നത്, വേദ ശ്രീകാന്തിനോടും പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരേക്കും ബൈ.